ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണത്തിൽ തിരച്ചിലിന് കൂടുതൽ സംഘത്തെ നിയോഗിച്ചു. പരിശോധന വ്യാപിപ്പിക്കാനാണ് തീരുമാനം. വയനാട് കർണാടക അതിർത്തിയിലാണ് അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നത്. രാഹുൽ ഇവിടെ എത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. വിവരം ചോരുന്നുവെന്ന സംശയമുള്ളതിനാൽ അന്വേഷണ വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ ADGP നിർദ്ദേശം നൽകി. കൂടുതൽ വിശദാംശങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് പോകാം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയിലെ അന്തിമ വിധി പ്രതീക്ഷിക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. വയനാട് കർണാടക അതിർത്തിയിലാണ് രാഹുൽ ഉള്ളത് എന്നുള്ള സൂചനകൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപ് പലപ്പോഴും രാഹുൽ പലയിടത്തുണ്ടെന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ചോരുന്നുണ്ട്, പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടെ പോലീസ് എത്തുന്നു എന്നുള്ളതും നിർണായകമാണ്. എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ഈ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാൻ യുവതി എത്തിയ സമയം പാലക്കാടുണ്ട് രാഹുൽ. അതിനുശേഷം രാഹുൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നു, പിന്നെ കർണാടകയിലേക്ക് പോകുന്നു, പിന്നെ ഇതുവരെയും കേരളത്തിലേക്ക് കടന്നില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ചില സൂചനകൾ ലഭിച്ചിരുന്നു. വയനാട് കോടതിയിൽ ഹാജരായി അവിടെ കീഴടങ്ങിയേക്കുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് കാത്തിരിക്കുകയാണ് രാഹുൽ. എന്തായാലും രാഹുൽ എത്തുന്ന സ്ഥലത്തേക്ക് പോലീസ് വരുന്നുണ്ട്. പക്ഷേ പോലീസ് വരുന്ന വിവരം കിട്ടി അവിടെ നിന്ന് അപ്പോൾ തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഏകദേശം ലൊക്കേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും രാഹുൽ അവിടെ നിന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഓരോ സ്ഥലത്തും രാഹുലിന് കൃത്യമായ ബന്ധങ്ങളുണ്ട്. അവിടുന്ന് പല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അവരുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ പയ്യെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് അന്വേഷിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും വാഹനങ്ങൾ വരെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ആ വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ അവിടുന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ വിവരങ്ങൾ കൃത്യമായി രാഹുലിന് കിട്ടുന്നു എന്നൊരു നിഗമനം ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട്. അത് ഒരുപക്ഷെ പോലീസുകാരിൽ നിന്നാവാം, അതല്ലെങ്കിൽ വേറെ തലത്തിലാവാം ലഭിക്കുക. എന്തായാലും ഒരു കാരണവശാലും രാഹുലിന്റെ തെരച്ചിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കും നൽകരുത്. അത് വളരെ സീക്രട്ടായി തന്നെ സൂക്ഷിക്കണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ ADGP ഈ സംഘത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്ന് 8 ദിവസമായി രാഹുൽ പോയിട്ട് ഇതുവരെയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. 8 ദിവസമായിട്ട് കേരള പോലീസ് എന്തേ പിടികൂടാത്തത്, അത്രയും മോശം പോലീസാണോ കേരള പോലീസ് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും എന്തായാലും പിടികൂടിയില്ലെങ്കിൽ അത് കൂടുതൽ നാണക്കേടിലേക്ക് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടിനാണ് ഇത് തെരച്ചിലിന് വേണ്ടിയിട്ട് കൂടുതൽ സംഘത്തെ ഇപ്പോൾ നിയമിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇന്നലെ ഇതിന്റെ വിശദമായ വാദം കേട്ടിരുന്നു. അതിനുശേഷം ചില തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ചെറിയ വാദങ്ങൾ ഈ തെളിവിന്മേൽ ഹാജരാക്കുന്ന സമയത്ത് ഒരുപക്ഷെ വാദങ്ങൾ ഉണ്ടായേക്കാം. അതിന് ശേഷമായിരിക്കും വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുക. ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കോടതി കുറച്ച് ദിവസത്തേക്ക് അവധിയാണ്. അപ്പോൾ ഇന്ന് തന്നെ വിധി പ്രസ്താവിക്കേണ്ടത് ഉണ്ടായേക്കും എന്നുള്ളത് അതെന്താ തന്നെയാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് വരികയും ചെയ്യുന്നത്. സിജോ, അപ്പോൾ എന്തായാലും രാഹുലിന് ഒളിച്ചോട്ടം തുടരുകയാണ്. രാഹുലിന് പിന്നാലെ തന്നെ അന്വേഷണ സംഘവുമുണ്ട്. പക്ഷെ ഇതിൽ വിവരം ചോരുന്നുണ്ട്, അതുകൊണ്ട് രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വരി രാഹുൽ വയനാട് കർണാടക അതിർത്തിയിലാണ് ഉള്ളതെന്ന് സൂചന എന്ന് കൂടെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസിൽ നിന്ന് ലഭിച്ച വിവരമാണെങ്കിൽ അത് ശരിയായ വിവരമായിരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അതെങ്ങനെ വിവരം ചോരുന്നു എന്നുള്ളത് പോലീസ് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾക്കടക്കം ഇത്തരം സൂചനകൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനമാണ്. എന്തായാലും